ദേ ഈ ചോറിനിപ്പോൾ കൂട്ടിക്കുഴച്ച് കഴിക്കുന്ന ഈ സംഭവം കാണുമ്പോൾ ചിലപ്പോൾ ഫിഷ് ഫ്രൈ ആണെന്നൊക്കെ തോന്നും. എന്നാൽ മീൻ വറുത്തതൊന്നും അല്ല, ഇത് വന്നിട്ട് വഴുതനങ്ങ കൊണ്ടുണ്ടാക്കിയൊരു സംഭവം. എന്താ ഇപ്പോൾ ഇതിന് പറയാം? ഓക്കെ, വഴുതനങ്ങ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ എനിക്കറിയാം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാറുണ്ട്, എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയായിരിക്കും. എങ്കിലും എൻ്റെ ചില നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ ഞാൻ ചില പൊടിക്കൈകളൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. പൊടികളെന്നോ വേണമെങ്കിൽ പറയാം. എൻ്റെ വീട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ ബ്രിഞ്ചോളുണ്ട്. എന്നാൽ പിന്നെ അത് വെച്ചത് ഈ ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടാക്കിയ സാധനമല്ല, എൻ്റെ കണ്ണി കണ്ട കുറച്ച് പൊടി എടുത്തിട്ടപ്പോൾ ഈ സാധനം അങ്ങ് അടിപൊളിയായി. എന്നാൽ പിന്നെ അത് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. എനിവേ കഥ മാറ്റി വയ്ക്കാം, കാര്യത്തിലോട്ട് വരാം. ബ്രിഞ്ചോൾ നല്ല കട്ടിക്ക് അങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഇത് പെട്ടെന്ന് വേകുന്ന സാധനമുണ്ട്, കട്ടിക്ക് കട്ട് ചെയ്താലും കുഴപ്പമില്ല. എന്ത് പ്രയോഗമല്ലേ കട്ടിക്ക് കട്ട് ചെയ്യുക. ഓക്കെ, ഈ ബ്രിഞ്ചോൾ കട്ട് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ വരഞ്ഞെടുക്കുക. അതായത് ഈ മീൻ മസാലയൊക്കെ തടവി പൊരിക്കാനായിട്ട് നമ്മളിങ്ങനെ മീനിങ്ങനെ വരഞ്ഞെടുക്കത്തില്ലേ, അതുപോലെ വരഞ്ഞെടുത്തിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ വലിയ ജീരകം അഥവാ പെരുംജീരകം ഇത്ര ഇട്ട് കൊടുക്കുക. ഇതിൽ ഞാൻ എൻ്റെ പൊടിക്കൈ എന്ന് പറഞ്ഞ് അഥവാ പൊടികൾ ചേർത്തു എന്ന് പറഞ്ഞില്ലേ, പ്രത്യേകിച്ചൊന്നുമില്ല. എൻ്റെ വീട്ടിൽ ഈ പാനിപ്പൂരി ഉണ്ടാക്കാനായിട്ട് അതിന് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഈ ചാറ്റ് മസാല എന്ന് പറഞ്ഞൊരു സംഭവം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മസാല ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ അതെടുത്ത് ഇട്ടാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചാറ്റ് മസാല എടുത്ത് ഇട്ട് നോക്കിയതാണ്. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചാറ്റ് മസാലയൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചു. എന്നിട്ട് എൻ്റെ വീട്ടിൽ ഈ മസ്റ്റർഡ് ഓയിൽ ഉണ്ടായിരുന്നു, അതായത് കടുകെണ്ണ. യൂഷ്വലി ഈ കടുകെണ്ണ യൂസ് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ്. പക്ഷേ എൻ്റെ വീട്ടിൽ അത് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അത് വെച്ചൊന്ന് ഫ്രൈ ചെയ്ത് നോക്കിയായിരുന്നു. സാധനം അടിപൊളി. പിന്നെ നിങ്ങൾക്ക് ഈ ചാറ്റ് മസാലയ്ക്ക് പകരം ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല എന്ത് വേണം യൂസ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിച്ച് നോക്കൂ, സംഭവം അടിപൊളിയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.